Students, last day we have ended our session with the buying motives. What were the buying motives that we have discussed? One is patronage buying behavior, that is the motive, then rational and also emotional. Three types of buying behaviors or the buying motives were studied: emotional, then rational and patronage buying motives. So today we are moving on to the consumer buying process. How a consumer buying process is going on. That is പല സ്റ്റേജസിലൂടെയാണ് ഒരു കൺസ്യൂമർ ബൈങ്ങിലേക്ക് എത്തുന്നത്. അതെങ്ങനെയൊക്കെയാണ് എത്തുന്നത്? അതാണ് നമ്മൾ 5 സ്റ്റെപ്സിൽ ഇൻക്ലൂഡ് ആവുന്നത്. ഫസ്റ്റ് വൺ ഇസ് റെക്കഗ്നീഷൻ ഓഫ് നീഡ്, ദെൻ ഇൻഫർമേഷൻ സെർച്ച്, ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റ്സ്, purchase decision, post purchase evaluation. That is, first recognition of a need. കൺസ്യൂമറിന് മനസ്സിലാവണം അയാളുടെ ആവശ്യം എന്താണെന്ന്. പക്ഷേ ഇപ്പോൾ അയാൾക്കുള്ളതും ഇനി അയാൾ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻ, അങ്ങനെ 2 സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ആ സിറ്റുവേഷനിൽ എത്താൻ വേണ്ടി അയാൾക്ക് എന്ത് വേണം? ദാറ്റ് ഈസ് നീഡ്. നീഡ് ഇസ് സംതിങ് ദാറ്റ് ഹി വാണ്ട്സ് ടു ബിക്കം. അയാൾക്ക് ഭാവിയിൽ എന്തോ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നീഡ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, എ ബാങ്ക് എംപ്ലോയി ഓൺസ് എ ബൈക്ക് and learns that he needs a car to travel along with family. Normally ബാങ്ക് എംപ്ലോയിക്ക് ഒരു ബൈക്കുണ്ട്, പക്ഷേ അയാൾക്ക് ഫാമിലിയായിട്ട് പുറത്തു പോകാൻ കാർ വേണം. സോ ഹിയർ ഹി ഐഡൻറ്റിഫൈ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി കറൻറ്റ് സ്റ്റേറ്റ് ആൻഡ് ഓൾസോ ദി ഫ്യൂച്ചർ സ്റ്റേറ്റ്. ദാറ്റ് ഈസ്, ഇപ്പോൾ അയാൾക്ക് ആഗ്രഹമുള്ളത് ഒരു കാറുണ്ടാവും, പക്ഷെ ശരിക്കും ഉള്ളത് ബൈക്കേ ഉള്ളൂ. അപ്പോൾ ആ ഒരു നീഡ് റെക്കഗ്നിഷൻ മനസ്സിലായി. എന്തുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യമുണ്ട്, അത് ഫേവറബിൾ ആണോ അല്ലയോ, അത് ഇപ്പോൾ നിർബന്ധമാണോ, എങ്ങനെ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് recognition of a need. Second one is information search. That is, after identifying the need, the consumer searches for the product related information. ഒരു കാറ് വേണമെന്ന് അയാൾ ആഗ്രഹിച്ചെങ്കിൽ പിന്നെ അയാൾ ചെയ്യുന്നത് എന്താ? ഓരോ കാറിൻ്റെ മോഡൽസ് നോക്കും. അതേപോലെ പല പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ അയാളുടെ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റുകൾ, വേറെ പ്രൊഡക്ട്സ് ഏതാ ഉള്ളത് എന്നത് ഒരു സെർച്ച് നടത്തും. അതേപോലെ തന്നെ അയാൾ തന്നെ ഒരു സെർച്ച് നടത്തും, അല്ലേ, വിത്ത് ഹിംസെൽഫ്. അയാളുടെ നെറ്റിലൂടെയോ സം അതർ മീൻസ് ഹി മേ യൂസ് ടു ഐഡൻറ്റിഫൈ വിച്ച് വിൽ ബി ദ ബെറ്റർ വൺ. ഒരു കാറാകുമ്പോൾ ഏത് കാറ് വേണമെന്നുള്ളത് അയാളുടെ ഡിസിഷനും അതുപോലെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും ഫാമിലിയുടെയും അതുപോലെ ചിലപ്പം പ്രൊഡക്റ്റ് ഡീലേഴ്സിൻ്റെയൊക്കെ വെച്ചിട്ടായിരിക്കും അയാൾ സെർച്ച് ചെയ്യുന്നത്. സോ this is called information search. That is, what is the need and what is the information related to the need is discussed in the second point, that is information search. Third one is evaluation of alternates. That is, he identified that he wants a car. പക്ഷേ കാർ തന്നെയാണോ വേണ്ടത്, അതോ കാറിൽ തന്നെ അയാൾ വിചാരിച്ചത് ഒരു ഓഡി വാങ്ങണം എന്നായിരിക്കും ആ ബയർ വിചാരിച്ചത്. ബട്ട് ഹീ ഈസ് തിങ്കിങ് ഇഫ് അത് വേണോ, ഓഡി വേണോ, അത് മാരുതി വേണോ, ടൊയോട്ടോ വേണോ, അയാളുടെ ഫാമിലി ഇത്രയും മെമ്പേഴ്സ് ഉണ്ട്, സോ ഇറ്റ് വിൽ ബി ബെറ്റർ ഹാവിങ് എ ലാർജർ വെഹിക്കിൾ ദാൻ എ സ്മോളർ വൺ. അങ്ങനെ പല രീതിയിൽ കമ്പയർ ചെയ്യാം. എന്നുവെച്ചാൽ പല ബ്രാൻഡ് അതേ പ്രൊഡക്റ്റുകളുടെ, ഇപ്പോൾ കാറിൽ എന്ന പ്രൊഡക്റ്റിൻ്റെ തന്നെ സ്പെഷ്യൽ ഫീച്ചേഴ്സുള്ള പല പല ബ്രാൻഡ്സ് അയാൾക്ക് നോക്കാം. എന്നിട്ട് അതിനകത്ത് ഏറ്റവും നല്ലത് ഏതാണെന്ന് ഹി ക്യാൻ ഡിസൈഡ്. സോ ഹി വിൽ ബി കമ്പയറിങ് ദ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് വിത്ത് ദെയർ ഫീച്ചേഴ്സ് ആൻഡ് സെലക്ട് ദ ബ്രാൻഡ് വിച്ച് will be suitable for him. The same, ഒരു കാറിൻ്റെ പല പല കാറുണ്ട്. ഇപ്പോൾ നാനോ ഉണ്ടാവാം, അതേപോലെ ഓൾട്ടോ ഉണ്ടാവാം, ഓർ എറ്റ്സ് ഓർ ടൊയോട്ടോ ഓർ ഓഡി, അങ്ങനെ പല രീതിയിലുള്ള കാറുണ്ടാവും. സോ ഹി വിൽ ഐഡൻറ്റിഫൈ ഈച്ച് ഓഫ് ദി ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് വിൽ ഫൈൻഡ് വിച്ച് വൺ is suitable for him and his family. So only that he will select through the evaluation of these various alternatives. That is the third point. Fourth one is the purchase decision. That is, in which he will take a decision or selects the product or the brand to be purchased. വാങ്ങേണ്ട പ്രൊഡക്റ്റ് ഏതാണെന്ന് അയാൾ ഡിസൈഡ് ചെയ്യുന്ന സ്റ്റേജാണ് ഫോർത്ത് വൺ, ദാറ്റ് ഇസ് പർച്ചേസ് ഡിസിഷൻ. സോ എപ്പോഴും ഒരു ഇവാലുവേഷൻ പ്രോസസ്സിൽ നിന്ന് വരുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും പർച്ചേസ് ഡിസിഷൻ. ഇവാലുവേഷനിൽ പല പ്രൊഡക്റ്റ് ഉണ്ടാവും, അപ്പോൾ അതിനെ ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളത് നടക്കുന്നത് പർച്ചേസ് ഡിസിഷനിലാണ്. ദാറ്റ് ഈസ്, എവിടെ നിന്ന് വാങ്ങണം, എപ്പോൾ വാങ്ങണം എന്നുള്ള ഡിസിഷൻസ് ആയിരിക്കും അവിടെ എടുക്കുന്നത്. ഏത് പ്രൊഡക്റ്റ് വാങ്ങണമെന്നുള്ളത് ഇവാലുവേഷനിൽ കഴിഞ്ഞു, എന്നാൽ എന്നാണ് വാങ്ങുന്നത്, ആരുടെ അടുത്ത് നിന്ന് വാങ്ങണമെന്നുള്ള ഡിസിഷൻ പർച്ചേസ് ഡിസിഷനിലായിരിക്കും നടക്കുന്നത്. ഓക്കെ, ഇൻ വിച്ച് ദ സെല്ലർ വിൽ ഗീവ് ദ ബെസ്റ്റ് സർവീസ് ആൻഡ് ഡിസ്കൗണ്ട്സ് ഫോർ ദി ബയർ. അപ്പം ബയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി സെല്ലർ ആ ടൈമിലും പർച്ചേസ് ഡിസിഷൻ്റെ ടൈമിലാണ് പല ഓഫേഴ്സ് കൊടുക്കും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ബെസ്റ്റ് സർവീസാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യിപ്പിക്കും. ഹി വിൽ പ്രൊവൈഡ് ബെസ്റ്റ് സർവീസ്. ഇൻ ദീസ് വേ ഹി വിൽ, എ ബയർ ക്യാൻ
influence a buyer, a seller can influence a buyer with the best service and discounts. So this is the fourth one. And the last one is post-purchase evaluation. That is, purchase എല്ലാം കഴിഞ്ഞിട്ട് അയാളുടെ ആഗ്രഹത്തിനനുസരിച്ചാണോ ഇപ്പോൾ അയാൾ വാങ്ങിയ പ്രൊഡക്റ്റ് അയാൾക്ക് ബെനിഫിറ്റ് ചെയ്യുന്നത് എന്നത് ഒന്ന് നോക്കി കാണുന്നതിനാണ് നമ്മൾ പോസ്റ്റ് പർച്ചേസ് ഇവാലുവേഷൻ. പർച്ചേസ് കഴിഞ്ഞ് പോസ്റ്റ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ അയാളുടെ സാറ്റിസ്ഫാക്ഷനെ അല്ലെങ്കിൽ അയാളുടെ എക്സ്പെക്റ്റേഷനെ റീച്ച് ചെയ്യുന്നതാണെങ്കിൽ ഹി വിൽ ബി സാറ്റിസ്ഫൈഡ്. ബട്ട് ഇഫ് ഇറ്റ് ഡസൻറ്റ് മീറ്റ് ഹിസ് എക്സ്പെക്റ്റേഷൻ ഹി വിൽ ബി ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രൊഡക്റ്റ്. This is the two cases that may happen. Sometimes satisfied or dissatisfied with the. Okay, ഈ ഇവാലുവേഷൻ ആയിരിക്കാം ഇയാളെടുത്ത ഡിസിഷൻ നല്ലതാണോ, നല്ല ഡീലർ ആയിരുന്നോ എന്നുള്ള ഫുൾ ഐഡിയാസ് ആ ബയറിന് കിട്ടുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി major 5 steps in the consumer buying process. That is, recognition of a need, information search, evaluation of alternates, purchase decision, and post-purchase evaluation. Okay, so now we can discuss who are the parties and who are the participants in a consumer buying process. Consumer buying process kandu. അപ്പോൾ ഇതിനകത്ത് ആരൊക്കെയാണുള്ളത്? From the process itself we will know who all are. എന്തായാലും ഒരു സെല്ലർ ഉണ്ടെന്ന് മനസ്സിലായി, അതേപോലെ അല്ലെങ്കിൽ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളുണ്ടെന്ന് മനസ്സിലായി, ഒരു ബയർ ഉണ്ടാവാം, അതുപോലെ യൂസേഴ്സും ഉണ്ടാവാം എന്നുള്ളത് ആ കാറിൻ്റെ എക്സാമ്പിളിൽ തന്നെ മനസ്സിലായി. സോ ഇൻ ടോട്ടൽ വി ക്യാൻ സേ ദർ ആർ 5 teams or the parties involved in a consumer buying process. That are, first one is initiator. That is, he is the person who kicks off the idea of buying product. ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്നുള്ളത് മറ്റേയാളെ ബയറിനെ നിർബന്ധിക്കുന്ന, അയാൾക്ക് ഒരു കിക്ക് ഓഫ് കൊടുക്കുന്ന, ക്രിയേറ്റ് ചെയ്യുന്ന, ഐഡിയ ക്രിയേഷൻ കൊടുക്കുന്ന ഒരാളുണ്ടാവും. ഹി വിൽ ബി ദ ഇനീഷ്യേറ്റർ. ദാറ്റ് ഈസ്, എ പബ്ലിഷിംഗ് ഹൗസ് ഇനീഷ്യേറ്റ് ദ പ്രൊഫസർ ടു സജസ്റ്റ് എ പെർട്ടിക്കുലർ ടെക്സ്റ്റ് ഫോർ ഹിസ് സ്റ്റുഡൻസ്. പ്രൊഫസറാണ് ഒരു ബുക്ക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ബുക്ക് കൊടുക്കേണ്ടത്. എന്നാൽ പബ്ലിഷിംഗ് ഹൗസ് പ്രൊഫസറിനെ ഫോഴ്സ് ചെയ്യും, ഇനീഷ്യേറ്റ് ചെയ്യും, വാങ്ങും. അതർവൈസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാർ എക്സാമ്പിൾ തന്നെയാണെങ്കിൽ വീട്ടിലെ ഇപ്പോൾ അവിടുത്തെ അച്ഛനാണ് വാങ്ങാൻ പോകണമെങ്കിൽ അവിടുത്തെ അമ്മയായിരിക്കും ഇനീഷ്യേറ്റർ ആയിരിക്കണം, ഐഡിയ കൊടുക്കും, ചെറിയൊരു ഐഡിയ കൊടുക്കും. അല്ലെങ്കിൽ പിള്ളേരായിരിക്കാം, ദേ വിൽ ഗീവ് ആൻ ഐഡിയ ടു ബൈ എ പ്രൊഡക്റ്റ്. അങ്ങനെ ഇനീഷ്യേഷൻ ആര് ചെയ്യുന്നു അവരെയാണ് നമ്മൾ ഇനീഷ്യേറ്റേഴ്സ് എന്ന് പറഞ്ഞത്. ആ പ്രൊഡക്റ്റ് വാങ്ങേണ്ട ആളല്ല, വാങ്ങാൻ അയാളെ നിർബന്ധിക്കുന്ന ഒരാളുണ്ടാവും, അതിൻ്റെ ഐഡിയ കൊടുക്കുന്ന ആൾ. ഹി വിൽ ബി കോൾ ദ ഇനിഷ്യേറ്റർ. സെക്കൻഡ് വൺ ഇസ് ദ ഇൻഫ്ലുവൻസർ. ദാറ്റ് ഈസ്, ഹി ഈസ് എ പേഴ്സൺ ഹു എക്സർട്ട് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ പർച്ചേസ് ഡിസിഷൻ ഓഫ് എ പേഴ്സൺ. ദാറ്റ് ഈസ്, സ്റ്റുഡൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ അഡ്വൈസ് ഓഫ് ദ പ്രൊഫസർ ടു പർച്ചേസ് എ ടെക്സ്റ്റ് ബുക്ക്. ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്, ഇത് ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ തന്നെ പറയുന്നത്, ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ വേണ്ടി നമുക്ക് പ്രൊഫസർ ഫോഴ്സ് ചെയ്യും സ്റ്റുഡൻസിനെ. ഹി വിൽ ബി ഹാവിങ് എ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ആയിരിക്കും കൊടുക്കുന്ന സ്റ്റുഡൻസ്. അതേപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇനീഷ്യേറ്റർ ആയിട്ടുള്ള കുട്ടികളാണ് അച്ഛനെ അറിയിച്ചത് കാറ് വാങ്ങണം എന്നുള്ള ഐഡിയ എങ്കിൽ അമ്മയായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. ഷീ വിൽ ഇൻഫ്ലുവൻസ് her husband to buy the car. So she will be the influencer. Okay. The third one is decider. That is, he is a person who takes the final decision of purchasing a product. For example, students are considered as the deciders who have to take the ultimate decision in the purchase of a textbook. Students are decide ചെയ്യുന്ന വാങ്ങണോ വേണ്ടിയോ, ആര് അതിന് ഇനിഷ്യേറ്റ് ചെയ്താലും ആര് ഇൻഫ്ലുവൻസ് ചെയ്താലും they can decide if they want to buy a book. Similarly, പിള്ളേർ നിർബന്ധിച്ചാലും അതേപോലെ പിള്ളേർ ഐഡിയ കൊടുത്താലും അമ്മ നിർബന്ധിച്ചാലും അച്ഛൻ ഡിസൈഡ് ചെയ്യണം. only if the main person who spend money on the product decides a product can't be purchased. Okay, that is the decider. He will take the final decision of purchasing a product. Next one is the buyer or the customer. He is the person who purchases a product. He may be the decider or some other person on behalf of him. That is, parents may buy the textbook for students. Students are the deciders and parents are the buyers. സ്റ്റുഡൻസിൻ്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ബുക്ക് വാങ്ങാൻ ഡിസൈഡ് ചെയ്ത സ്റ്റുഡൻസ് ആണ്, പക്ഷേ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ല. സോ ദേ വിൽ ബി സപ്പോർട്ടഡ് ഓർ ദ ബയേഴ്സ് ആക്ച്വലി വിൽ ബി ദ പാരൻസ് ആയിരിക്കും വാങ്ങിച്ചു കൊടുക്കുന്നവർക്ക്, അല്ലാതെ കുട്ടികൾക്ക് വാങ്ങാനല്ല. ദേ വിൽ ഡിസൈഡ് ഇഫ് ദേ വോണ്ട് ദ ബുക്ക് ആൻഡ് ദ പാരൻസ് വിൽ ബി ദി ബയേഴ്സ് ഓർ ദി കസ്റ്റമർ to purchase the product. And the last one is consumer or the user.
The person who really uses or the consumes the product is called the consumer or user. So in students example, student will be the user because our book padikkendathu students aanu. So these are the various parties or the participants in a consumer buying behavior: initiator, influencer, decider, buyer or the customer, then consumer. So there are 5 categories. First, initiator, who gives an idea; influencer, who have a direct or influencer, who exert a direct or indirect influence on the purchase decision; decider, who will take the final decision; buyer, who will purchase the product; and the the consumer or the user, who uses or consumes the product. So for you, I will give a short assignment for the day. That is, you want to write what is the difference between the consumer and a customer. This 4th one or 5th one, customer and consumer. So you want to write what is the main difference. 5 points vechittu what is the difference between a customer and a consumer. Okay, so that's your assignment for the day. നാളെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. നോട്ട് എന്തായാലും നിങ്ങൾക്ക് വേണ്ടാണ്. അപ്പോൾ നോട്ട്സ് എഴുതുമ്പോൾ അതിൽ കസ്റ്റമർ കൺസ്യൂമർ എഴുതിയത് എനിക്ക് അയച്ചു തന്നാൽ മതി. ഓക്കെ, so their difference, that is the not for next day, you want to send it for me. Then next, so we can discuss directly the factors affecting consumer behavior. അപ്പോൾ നമ്മൾ കൺസ്യൂമർ ബിഹേവിയറിൻ്റെ പ്രോസസ്സ് പഠിച്ചു, അതുപോലെ who were the parties involved in the consumer behavior പഠിച്ചു. Now we are moving on to the factors affecting the consumer behavior, for which the first factor is a personal factor, psychological factor, social factor and cultural factors. There are 4 factors. പേഴ്സണൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ യുണീക്ക് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു ആളുടെ ഒരു പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവില്ല. അത് ചിലപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. എൻ്റെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നത്, അല്ലേ? ദാറ്റ് ഈസ് എ പേഴ്സണൽ ക്യാരക്ടർ ഫാക്ടേഴ്സ്. അതിൽ നമുക്ക് പല കാര്യങ്ങൾ വരും: ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ, ഒക്കുപ്പേഷൻ, ഇൻകം, ലൈഫ് സ്റ്റൈൽ. ദാറ്റ് ഈസ് ഒരു നമ്മുടെ ഏജിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റും പ്രിഫറൻസ് എല്ലാം മാറും, അല്ലേ? ഇപ്പോൾ നമുക്ക് വേണ്ട ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ ആയിരിക്കില്ല നമുക്ക് കുറച്ചുകൂടി ഏജ് ആകുമ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഡ്രസ്സിങ് സ്റ്റൈൽ. സോ സിമിലർലി ഇൻ അതർ പ്രോഡക്ട്സ് ഓൾസോ വി വിൽ ബി ഹാവിങ് സം പ്രിഫറൻസ്. സോ അവർ ബൈയിങ് ബിഹേവിയർ വിൽ ഡിഫർ ബേസ്ഡ് ഓൺ ദ ഏജ്. സിമിലർലി വിത്ത് സെക്സ്, ദാറ്റ് ഈസ് മെയിൽ ഓർ ഫീമെയിൽ എന്ന കാറ്റഗറിയിൽ വെച്ചിട്ടും നമ്മുടെ ഡ്രസ്സ് അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് വിൽ ബി ഡിഫറെൻറ്റ്. വിമൻ വിൽ നീഡ് സം കൈൻഡ് ഓഫ് ഡ്രസ് ആൻഡ് കോസ്മെറ്റിക്സ് വിച്ച് ആർ ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് മെൻ. മെന്നൽ പെർഫ്യൂം റിലേറ്റഡ് അല്ലെങ്കിൽ ബ്രാൻഡഡ് ക്ലോത്ത്സ് നോക്കുമ്പോൾ വിമൻ വിൽ ബി കോൺസെൻട്രേറ്റഡ് ഓൺ കോസ്മെറ്റിക് ഐറ്റംസ് ആൻഡ് ഓൾസോ ക്ലോത്ത്സ് വിച്ച് ആർ വെരി എക്സ്പെൻസീവ്. അങ്ങനെ പല രീതിയിലാണ്. അപ്പോൾ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ വ്യത്യാസമായിട്ട് വരും. ഓൺ ദ ബേസ് ഓഫ് ഏജ്, ദെൻ സെക്സ്, ദെൻ എഡ്യൂക്കേഷൻ. ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ ഇസ് അനദർ ഫാക്ടർ. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളും ഒരു നോർമൽ ആളും വാങ്ങുന്ന പ്രൊഡക്ട്സുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. സോ കസ്റ്റമറിൻ്റെ ചിന്താഗതി എഡ്യൂക്കേഷൻ വെച്ച് മാറും. ദാറ്റ് ഈസ് ദ തേർഡ് ഫാക്ടർ ഇൻ പേഴ്സണൽ ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് അഫക്റ്റിംഗ് കൺസ്യൂമർ ബിഹേവിയർ. നെക്സ്റ്റ് വൺ ഈസ് occupation. That is, occupation is also a factor because based on the occupation we will buy a product. എൻ്റെ ജോലി എന്താണ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നത്. എനിക്കൊരു ലാപ്പ് ആവശ്യമുള്ളൊരു വർക്കാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഐ വിൽ ബൈ എ ലാപ്പ്, അതർവൈസ് ഐ വോണ്ട്. ദാറ്റ് ഈസ് based on the occupation. Okay, next one is income. പൈസ ഉള്ളതിനനുസരിച്ച് നമ്മൾ വാങ്ങും. ദാറ്റ് വി നോ. ഒരു ലക്ഷറി പ്രൊഡക്റ്റ് വാങ്ങണം, ഒരു കാർ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം കൊണ്ട് മാത്രം നടക്കില്ല. സോ only based on the income we will decide if we want to buy the product or we want to find an alternative for the product or we should neglect that product. So this is the next one, that is based on income we will have different consumer behavior. Next, lifestyle. Lifestyle means the way of living of a person in a society is called lifestyle. So ഒരു സൊസൈറ്റിയിൽ അയാൾ എങ്ങനെയാണ്, അയാളുടെ സൊസൈറ്റിയിൽ എല്ലാവരും പുവർ ആൾക്കാരാണെങ്കിൽ he won't go for some kind of luxury products or service. He will be living as same as those with whom he is living. Okay, so that is the difference in lifestyle or the factors affecting the consumer behavior. Second, we can go into the psychological factor. That is, psychological factors എന്ന് വെച്ചാൽ personality, motivation, perception, learning, belief, attitude. On basis of these also we will change the buying behavior. That is, first we can discuss what is about the personality. Personality means our emotional, attitudinal or behavior response patterns of a person. ഒരാളുടെ
അയാളുടെ ഇമോഷണൽ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, വേറൊരാളുടെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയർ, റെസ്പോൺസ് എങ്ങനെ, ഇതെല്ലാമാണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ പേഴ്സണാലിറ്റി ബേസ് ചെയ്തിട്ടും നമുക്ക് പ്രൊഡക്ട്സിൻ്റെ ബൈയിങ് ബിഹേവിയർ മാറ്റും. ബിക്കോസ് ഫോർ ഈച്ച് പേഴ്സണാലിറ്റീസ് വിൽ ബി ഡിഫറെൻറ്റ്. പലവർക്കും പല രീതിയിലുള്ള പേഴ്സണാലിറ്റിയാണ് അല്ലേ. അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ബൈയിങ് ബിഹേവിയർ ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, പേഴ്സണാലിറ്റി. നെക്സ്റ്റ് വൺ ഇസ് ദി മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ ബിഹേവിയറിന് പുറകിലുള്ളൊരു ഡ്രൈവിംഗ് ഫോഴ്സ്. സംതിങ് ഈസ് ഫോഴ്സിങ് അസ് ടു ബി ലൈക്ക് ദാറ്റ്. അങ്ങനൊരു കാര്യം ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് മോട്ടിവേഷൻ. സോ മോട്ടിവേഷൻ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ബിഹേവിയർ മാറുന്നത് വെച്ചാൽ നമ്മളുടെ നീഡ്സ് ആൻഡ് വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടേ നമ്മളോരോ പ്രൊഡക്റ്റ് വാങ്ങണോ വേണ്ടയോ എന്ന് അറിയക്കുള്ളൂ. നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് നമ്മളുടെ ഉള്ളിൽ ഒരു തോന്നൽ വേണ്ട, ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുള്ളൂ. ഇഫ് വി ഡോണ്ട് ഹാവ് എനി ഇൻറ്റൻഷൻ ടു ബൈ ദ പ്രൊഡക്റ്റ്, ദാറ്റ് ഈസ് വി ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് അതിനോടൊരു ലവ് അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ല ഒരു പ്രൊഡക്റ്റിനോടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ നിൽക്കില്ല. വി വിൽ ഫൈൻഡ് സം അതർ ഓൾട്ടർനേറ്റീവ്സ്. Okay, that is the next factor, that is motivation. Next one is perception or the awareness. Perception means it's a process by which an individual attains awareness or understanding of his environment through his senses. Senses means smell, taste, touch, vision, hearing or his mind. അയാൾ വിശ്വസിക്കുന്നതോ അല്ലെങ്കിൽ അയാളുടെ സെൻസ് കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നോ ഉള്ള കുറേ അറിവുകൾ, അതിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ധാരണ എന്ന് പറയും. നമ്മൾ തൊട്ടറിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഇങ്ങനെയാണ് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ഒരു ധാരണയുണ്ടാവും, ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഈ പ്രൊഡക്റ്റ് എനിക്ക് ഇത്രത്തോളം നല്ലതുണ്ടാക്കും, അല്ലെങ്കിൽ ഇതൊക്കെയാണ് എൻ്റെ പ്രൊഡക്റ്റ് എന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ് പെർസെപ്ഷൻ. ഫോർ എക്സാമ്പിൾ, എ കൺസ്യൂമർ മേ ലൈക്ക് എ പ്രൊഡക്റ്റ് അറ്റ് ദ സെയിം ടൈം അനദർ കൺസ്യൂമർ മേ ഡിസ്ലൈക്ക് ദ പ്രൊഡക്റ്റ്. ഇപ്പം സിഗരറ്റ് അല്ലെങ്കിൽ ആൽക്കഹോൾ നോക്കുകയാണെങ്കിൽ തന്നെ അതൊരു പ്രൊഡക്റ്റാണ്. ബട്ട് സം പീപ്പിൾ വിൽ ലൈക്ക് ദ പ്രൊഡക്റ്റ് ആൻഡ് സം പീപ്പിൾ വിൽ ഹെയ്റ്റ് ദ പ്രൊഡക്റ്റ്. ഒരു വീട്ടിൽ തന്നെ അച്ഛന് ചിലപ്പോൾ ഇഷ്ടമായിരിക്കാം, അമ്മയ്ക്ക് ചിലപ്പോൾ ഇഷ്ടമല്ല, ഉറപ്പാണ് അമ്മയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. സോ ദ സെയിം പ്രൊഡക്റ്റ് വിൽ ബി liked by one person and will be disliked by the other person. This is an example. അതുകൊണ്ട് പെർസെപ്ഷൻ പലവർക്കും പലതാണ് ഒരു പ്രൊഡക്റ്റിനേക്കുള്ള. അപ്പോൾ ആ പെർസെപ്ഷൻ ബേസ് ചെയ്തിട്ട് നമ്മുടെ കൺസ്യൂമർ ബിഹേവിയർ മാറും. Next one is learning. Learning means how much information we know about the product. Only based on that, our preference for the product will also change. That is the learning. Next one is belief. Belief means a psychological condition in which an individual strongly thinks an idea or principle as true. നമ്മൾ വിശ്വസിക്കുകയാണ്, ഒരു വിശ്വാസം, ആ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അയാളുടെ ഐഡിയ ശരിയാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ് എന്ന് നമ്മൾ വിശ്വസിച്ചാലേ നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങത്തുള്ളൂ. ദിസ് ഈസ് കോൾഡ് ദ ബിലീഫ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് ഈസ് മെൻ്റൽ സ്റ്റേറ്റ്. നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് നല്ലതാണോ, അത് ഫേവറബിൾ ആണോ, നമുക്ക് അത് അൺഫേവറബിൾ ആണോ, അത് നമുക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്നുള്ള അതിൻ്റെ ദ ഡിഗ്രി ഓഫ് ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് ഓഫ് എ പേഴ്സൺ ഫോർ സംതിങ്, ദീസ് ഓൾ ആർ കോൾഡ് ദ ആറ്റിറ്റ്യൂഡ്. അപ്പം നമുക്കൊരു പ്രൊഡക്റ്റിനോട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങത്തുള്ളൂ. ഇഫ് യു ആർ ഹാവിങ് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ദ പ്രൊഡക്റ്റ്, വി വോണ്ട് ബൈ ദ പ്രൊഡക്റ്റ്. ഈ ആൽക്കഹോളിൻ്റെ കേസ്, സിഗരറ്റിൻ്റെ കേസ് നോക്കാം. ഇഫ് ഐ ആം ഹാവിങ് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സിഗരറ്റ്, സോ ഐ വോണ്ട് ബൈ ദ പ്രൊഡക്റ്റ്. അങ്ങനെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നമ്മളുടെ പ്രൊഡക്റ്റ് കൺസ്യൂമർ ബിഹേവിയർ മാറും. ദാറ്റ് ഈസ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് personality, motivation, perception, learning, belief and attitude. These are the psychological factors. Next we can go into the social factors. Social factors includes reference group, family and roles and status. Reference group എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ദേ ക്യാൻ ബി ഫ്രണ്ട്സ്. നോർമലി നമ്മളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിനെ നമുക്ക് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളെക്കാളും കുറച്ചുകൂടെ ആ പ്രൊഡക്റ്റിനെ പറ്റി അറിയുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ക്യാൻ ബി കോൾഡ് ആസ് ദ റെഫറൻസ് ഗ്രൂപ്പ്. സോ വി വിൽ ടേക്ക് ദെയർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അപ്പോൾ അവർക്ക് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ പിയർ ഗ്രൂപ്പിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നു. അതിനെയാണ് ഈ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്, റെഫറൻസ് ഗ്രൂപ്പിൻ്റെ ഫാക്ടർ ഓർ ഇൻഫ്ലുവൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഫാമിലി. നമ്മുടെ ഫാമിലി ആ പ്രൊഡക്റ്റിനെ പറ്റി എങ്ങനെ പ്രിഫർ ചെയ്യുന്നു, അവർക്ക് അതിനോട് താല്പര്യമുണ്ടോ ഇല്ലയോ, അതിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അത്
family related social factor. And the next one is the roles and status. That is നമ്മളുടെ ഒരു സൊസൈറ്റിയിലെ റോൾ എന്താണ്, നമ്മുടെ അവിടുത്തെ സ്റ്റാറ്റസ് എന്താണ്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ദാറ്റ് ഈസ് ദ തേർഡ് വൺ, റോൾസ് ആൻഡ് സ്റ്റാറ്റസ്. ഇതേപോലെ ഫോർത്ത് ഫാക്ടറാണ് കൾച്ചറൽ ഫാക്ടേഴ്സ്. കൾച്ചറൽ ഫാക്ടേഴ്സ് മീൻസ് അവർ കൾച്ചർ ആൻഡ് റിലീജിയൻ. കൾച്ചർ എന്ന് വെച്ചാൽ നമ്മളുടെ goals or customs or habitat or beliefs of a community which is generated from one generation to another generation within that community. ഓക്കെ, അപ്പോൾ ആ കൾച്ചറിൽ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണോ? ഇപ്പോൾ ഒരു ബ്രാഹ്മിൻസ് ആണെങ്കിൽ അവർക്ക് നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല. പക്ഷേ അപ്പം അതായിരിക്കും ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ കൺസ്യൂമർ ബിഹേവിയർ. അവരൊരിക്കലും പർച്ചേസ് ചെയ്യുമ്പോൾ നോൺ വെജ് ഐറ്റംസ് പർച്ചേസ് ചെയ്യത്തില്ല. അത് ഒരു കൾച്ചർ ബേസ്ഡ് ആണ്. അതേപോലെ റിലീജിയൻ ബേസ്ഡ് ആണെന്ന് നമുക്ക് പറയാം. ഒരു റിലീജിയൻ അനുസരിച്ചായിരിക്കും നമ്മൾ ഡ്രസ്സിൻ്റെയൊക്കെ എടുക്കുക. ഇപ്പോൾ ഒരു മുസ്ലിം റിലീജിയനിലെ കുട്ടികളായിരിക്കും ഒരു ബർക്ക അല്ലെങ്കിൽ പർദ്ദ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഹിന്ദു കുട്ടി ഒരിക്കലും പർദ്ദ വാങ്ങാൻ വേണ്ടി നിൽക്കത്തില്ല. ബിക്കോസ് ഇറ്റ് ഡസൻ സ്യൂട്ട് ദ regional factors. So these are the major factors influencing the buying behavior: personal factors, psychological factors, social factors and cultural factors. So next we can move into the marketing plan. അപ്പോൾ നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ എല്ലാം പഠിച്ചു. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മളുടെ മാർക്കറ്റിംഗ് പ്ലാൻ. വിത്ത് ദിസ് our portion first module is completed. Okay, so next lecture we will start with the second module. So today, what is meant by marketing plan? Plan means we want to set a market, then choose and implement the strategies for satisfying the consumers. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയി വരുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പ്ലാനിംഗ് എന്ന് പറയുന്നത്. So it is always a continuous process. We want to find the target market, choose strategies, employ it, then we want to study it, then so it is always a continuous process. That is, we want to decide, then schedule some programs, policies and procedures and perform that, and after that we want to get the sales, then the sales forecasting, product planning, development, advertising. Like that, it is a continuous process. So AIMA, that is American Marketing Association, has defined marketing planning as the work of setting up objectives for marketing activities and of determining and scheduling the steps necessary to achieve these objectives. That is, it is a work of setting up of objectives. Marketing activities and all objectives എല്ലാം സെറ്റ് ചെയ്ത് ആ ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ചെയ്യണമെന്നുള്ളത് അതും കൂടെ ഷെഡ്യൂൾ ചെയ്യുന്നതിന് നമുക്ക് മാർക്കറ്റിംഗ് പ്ലാനിങ് എന്ന് പറയാമെന്നാണ് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ വർക്ക് ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഫോർ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഓഫ് ഡിറ്റർമിനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് ദ സ്റ്റെപ്സ് നെസറി ടു അച്ചീവ് സച്ച് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, സോ അതിന് നമുക്ക് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി, ഒരു ഓർഗനൈസേഷനിലെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ് എന്ന് പറയാം മാർക്കറ്റിംഗ് പ്ലാനിന്. നമ്മളൊരു സ്കെച്ച് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത് നല്ലൊരു സ്കെച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡോക്യുമെൻ്റ് ആവാം. ഇതെല്ലാമാണ് മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മാർക്കറ്റ് ഗോൾസ് ഉണ്ടാവും, ആക്ഷൻ പ്ലാൻസ് ഉണ്ടാവും, ആൻഡ് ഓൾസോ ദ നേച്ചർ ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ദ കോസ്റ്റ് ഇൻവോൾവ്, എവറിത്തിങ് വിൽ ബി ദർ. പിന്നെ നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ ഇടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. ബിക്കോസ് ഇൻ സം സിറ്റുവേഷൻസ് നമ്മുടെ സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് മാർക്കറ്റിൽ ചില മാറ്റങ്ങളുണ്ടാവും. സോ വി ഷുഡ് ബി ഫ്ലെക്സിബിൾ വിത്ത് ദ മാർക്കറ്റിംഗ് പ്ലാൻ. Okay, these are the main things. So now we can move on to the objectives of marketing plan. That is, first objective is effectively accomplish marketing objectives. നമ്മുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവിലേക്ക് എത്താനുള്ള വഴിയാണ് മാർക്കറ്റിംഗ് പ്ലാൻ. നമ്മൾ എങ്ങനെയൊക്കെ ആക്ടിവിറ്റീസ് ഷെഡ്യൂൾ ചെയ്യണമെന്നാണ് ഇത് വരുന്നത്. സോ at last we will always accomplish the marketing objective. This is one of the objective. Second one is give guidelines and directions for marketing activities. It is setting up of നമ്മൾ പറഞ്ഞു scheduling the steps necessary to achieve those objectives. So in which we are giving directions for the marketing activities. ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എങ്ങനെ നടക്കണം എന്നുള്ള ഡയറക്ഷൻ കൊടുക്കുന്നു. So this is acting as a guideline or directive. Then it estimate the cost of marketing activities. മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ടോട്ടലായി വരുന്ന കോസ്റ്റ് എങ്ങനെയാണെന്ന് മാർക്കറ്റിംഗ് പ്ലാനിങ്ങിലൂടെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് ടു മേക്ക് ദി പീപ്പിൾ അക്കൗണ്ടബിൾ. ഓരോ മാർക്കറ്റിംഗ് പ്ലാനിലും നമ്മൾ ഓരോ ആൾക്കാർക്കും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന് ഓരോ ആൾക്കാരെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സോ ദേ വിൽ ബി മെയ്ഡ് അക്കൗണ്ടബിൾ ഓഫ് ദെയർ വർക്ക്.
അവർ ഒരു വർക്ക് ചെയ്യുന്നതിന് അവർ അക്കൗണ്ടബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് മാർക്കറ്റിംഗ് പ്ലാൻ ഫോർമുലേറ്റ്സ് എ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ആൻഡ് അലൗട്ട്സ് വർക്ക് ടു മാർക്കറ്റിംഗ് സ്റ്റാഫ് അക്കോർഡിംഗ്ലി. എല്ലാ ആക്ഷൻസും എങ്ങനെ നടക്കണമെന്നുള്ളതിന് ഒരു പ്ലാൻ ഉണ്ടാവും. സോ മേക്കിംഗ് ദം അക്കൗണ്ടബിൾ. ആൻഡ് നെക്സ്റ്റ്, ഇറ്റ് ഫെസിലിറ്റേറ്റ് പ്രോപ്പർ കൺട്രോൾ ഓവർ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. ഒരു പ്രോപ്പർ കൺട്രോൾ ആ പ്ലാനിനനുസരിച്ച് മൂവ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നുള്ളൂ. സോ ദർ ഇസ് എ പ്രോപ്പർ കൺട്രോൾ ഓവർ ദ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. സോ ദീസ് ആർ ദ മേജർ ഒബ്ജക്റ്റീവ്സ്. ദാറ്റ് ഈസ് ഇറ്റ് വിൽ help us to accomplish our marketing objectives. It will give guidelines and direction for the marketing activities. It can estimate the cost of all activities. It can make people accountable by vesting them with the work for accomplishing the work. Then last, it facilitates a proper control over the marketing activities. Okay, these are the major objectives. Now we can see what is the importance or the benefits. With this, our portion is ending. That is, first one is, it reduces the chances of failure of marketing activities. ഒരിക്കലും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഫെയിലിയർ ആവാതിരിക്കാൻ വേണ്ടി പ്ലാൻ വേണം. നമുക്കറിയാം, പ്ലാൻ യുവർ വർക്ക് ആൻഡ് വർക്ക് യുവർ പ്ലാൻ. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ബി നോ ഹിൻഡ്രൻസ് ഇൻ ബിറ്റ്വീൻ. ഒരു പ്ലാൻഡ് വർക്ക് നടക്കുമ്പോൾ ഒരിക്കലും അത് ഇടയ്ക്ക് വെച്ച് നിൽക്കില്ല. സോ this marketing plan will reduce the chances of failure. That is the first importance. Second, it avoids wrong and unnecessary activities. Marketing planillulla activities മാത്രമേ ഒരു firm ചെയ്യത്തുള്ളൂ. That is, it won't do any kind of unnecessary activities. Then third, it brings clarity in marketing activities. ഓരോന്നിന് ക്ലാരിറ്റി ഉണ്ടാവും. ആര് എന്ത് ചെയ്യണം, ഏത് വർക്ക് ഏത് സമയത്ത് ചെയ്യണം എന്നുള്ള ഫുൾ ക്ലാരിറ്റി ഉണ്ടാവും വർക്കിന്. ദിസ് ഇസ് ദ തേർഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാനിങ്. Then it mobilize resource effectively. എങ്ങനെ ചെയ്യണം, എന്താ ഷെഡ്യൂൾ റൊട്ടീനൊക്കെ ഉള്ളതുകൊണ്ട് ഏത് വർക്ക് ഏത് സമയത്ത് ചെയ്യണമെന്നുള്ളതും എത്ര റിസോഴ്സ് യൂസ് ചെയ്യണമെന്നുള്ളതും അതിൽ മെൻഷൻഡ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ഓൾവേസ് മൊബിലൈസ് എ റിസോഴ്സ് effectively. And next, it helps to equip marketing staffs for proposed activities. We have told that we are giving people accountable of their work. അപ്പോൾ എപ്പോഴും മാർക്കറ്റിംഗ് സ്റ്റാഫ്സിന് അവരെ നമ്മൾ ഓരോരോ ആക്ടിവിറ്റീസിലേക്ക് ഇൻവോൾവ് ചെയ്യുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് നോളജ് അബൌട്ട് ദോസ് ഓൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. ദീസ് ആർ ദ മേജർ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ. So we have discussed the marketing plan, what is the definition, what are its objectives, and also the importance means failure will be reduced. It will avoid unnecessary activities. Then it brings clarity to the marketing activities. It can mobilize resources effectively and also equip the marketing staff for activities. These are the major objectives. So today we have discussed the consumer buying process or the stages of consumer behavior, then the participants or the parties involved, and I have given assignment of what is the difference between customer and the consumer, then the factors affecting the consumer behavior, then marketing plan, its objectives, and also the importance. So for today the portion is finished. That is the first module we have completed. So we can meet in the next lecture, do the assignments for the day itself. Tomorrow you all should submit. Okay, so that's all for the day. Thank you.